പാഠം 901 കൃത്യനിഷ്ഠയുടെ കടുപ്പം. ഹലോ. ആ എന്താ വിദ്യ രാവിലെ? ഓ, മോഹനേട്ടൻ ആഫീസിൽ പോകാനുള്ള ഒരുക്കത്തില്ല. അതല്ല എന്റെ പ്രധാനപ്പെട്ട തിരക്ക്. അല്ല, നീ എന്താ വിളിച്ചേ? ആ 15-ാം തീയതിയല്ലേ പറഞ്ഞത്? അയ്യോ, എന്തുപറ്റി? എന്റെ വിദ്യ നിനക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ഞാൻ ആ പൈസ ഒന്ന് വാങ്ങി തന്നത്. 15-ാം തീയതി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഒരു ദിവസം മാറാൻ മോനോട് സമ്മതിക്കൂല. ഇത് ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓ എന്റെ ഈശ്വര, ഇന്നിവിടെ യുദ്ധം നടക്കും. അതെ, ഞാൻ ഒന്നുമില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേക്കുന്ന പാടെ ചാടിക്കടിക്കാൻ വരരുത്. അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റൂല. ഇന്നും നാളെയും പറയാതിരിക്കാം. ഏറി വന്ന 15-ാം തീയതി വരെ. ഞാനിതിപ്പോ അങ്ങോട്ട് പറയാതിരുന്നാലും 15-ാം തീയതി നേരം പനവന വിളിക്കുമ്പോഴേ മോഹനേട്ടൻ അത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. ഒരുപാട് വളച്ചുകെട്ടലുകൾ വേണ്ട, കാര്യം പറയൂ. നമ്മള് വിദ്യാലക്ഷ്മിക്ക് കുറച്ച് പൈസ കൊടുത്തില്ലായിരുന്നു. നമ്മളല്ല, നീ കൊടുത്തത് കുറച്ച് പൈസയല്ല, 20,000 രൂപ. 20,000 രൂപ. അത് 15-ാം തീയതി തിരിച്ചുതരാന്നാണല്ലോ വിദ്യാലക്ഷ്മി പറഞ്ഞത്. ഇപ്പൊ അവള് വിളിച്ചു പറയാ ഒരാഴ്ചത്തെ സമയം കൂടെ വേണമെന്ന്. അങ്ങനെയല്ല, വിദ്യാലക്ഷ്മിക്ക് പൈസ വേണമെന്ന് നീ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ. ആർക്കും കാശ് കടം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പോ നീ പറഞ്ഞു വിദ്യാലക്ഷ്മിക്ക് എന്തോ അത്യാവശ്യമുണ്ട്, പൈസ കിട്ടിയേ പറ്റൂന്ന്. നിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ വന്നാണ് ഞാൻ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. 15-ാം തീയതി വൈകുന്നേരത്തിനകം പൈസ തിരിച്ചു തരാമെന്ന് വിദ്യാലക്ഷ്മി വാക്കും പറഞ്ഞിരുന്നു. ഇനി അതിൽ മാറ്റമില്ല. എന്റെ പൈസ എനിക്ക് 15-ാം തീയതി തന്നെ കിട്ടിയിരിക്കണം. ഞാനൊന്നും പറഞ്ഞോട്ടെ, വിദ്യ വിചാരിച്ചാലും അവളുടെ പൈസ തിരിച്ചു കിട്ടിയില്ല. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. അവള് പൈസ തീർച്ചയായിട്ടും തിരിച്ചു തരും. ആ ഏർപ്പാട് നടക്കില്ല. എനിക്ക് 15-ാം തീയതി പൈസ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇങ്ങനെ വാശി പിടിക്കല്ലേ. വിദ്യ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെന്ന് മോഹനേട്ടൻ അറിയാലോ. അറിയാം. അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് സുഹൃത്തുക്കൾ തമ്മിൽ പണമിടപാടുകൾ നടത്തരുത് എന്ന്. അപ്പൊ നീ കേട്ടോ? ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ എനിക്ക് കേൾക്കുകയേ വേണ്ട. എന്റെ 20,000 രൂപ 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപ് എനിക്ക് കിട്ടിയിരിക്കണം. എന്താ പറയണ്ട? വേറൊരാളെ കൂടെ പിടിക്കാനുണ്ടല്ലോ. എന്നെ പറ്റിച്ച് മുങ്ങി നടക്കുക വീട്ടില്ല ഞാൻ. അതാരാ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ എന്നെ പറ്റിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അതെ, എന്താ പ്രശ്നം? ഇന്ന് എത്ര തീയതി? 15-ാം തീയതി. അതെന്നെ പ്രശ്നം? അതിനിപ്പോ എന്താ പ്രശ്നം? ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഇതുവരെ വാടക തന്നിട്ടില്ല. ഓ, അതായിരുന്നു. എന്താ അതൊരു പ്രശ്നമല്ലേ? എല്ലാ മാസവും 9-ാം തീയതി കൃത്യമായി വാടക തരണമെന്ന വ്യവസ്ഥയിലാണ് നമ്മുടെ വീട് ഗോവിന്ദൻകുട്ടി ചേട്ടന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. മെനിഞ്ഞാന്ന് വൈകുന്നേരം വരെ ഞാൻ ക്ഷമിച്ചു. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഞാൻ ഗോവിന്ദൻകുട്ടി ചേട്ടനെ വിളിച്ചോണ്ടിരിക്കുക. ഫോൺ എടുക്കുന്നില്ല. ഓഫ് ചെയ്തു. ചിലപ്പോ ആള് സ്ഥലത്തുണ്ടാവില്ല. അതെന്റെ പ്രശ്നമല്ല. വാടകക്കാരൻ സ്ഥലത്തുണ്ടെങ്കിൽ മാത്രം പൈസ തന്നാ പോരല്ലോ. ഇതിൽ ഇത്ര ചൂടാകാൻ മാത്രം ഒന്നുമില്ല. വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് 8 മാസമായില്ലേ. ഇതുവരെ എല്ലാ മാസം കൃത്യമായിട്ട് 9-ാം തീയതി തന്നെ വാടക കൊണ്ടു തന്നിട്ടില്ലേ. ആദ്യമായിട്ടല്ലേ ഒന്ന് വൈകിയത്. അതിപ്പോ ഒരുപാടകം വൈകിയൊന്നുമില്ലല്ലോ. 2 ദിവസമല്ലേ ആയുള്ളൂ. 2 ദിവസം ഇന്ന് വരെ അല്ലേ. ഇപ്പൊ വിളിച്ചപ്പോഴും ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി എത്ര ദിവസം വൈകും?
ഞാൻ സമ്മതിക്കില്ല. വീട് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വാടക വാങ്ങാനും എനിക്കറിയാം. അയ്യോ, ഇങ്ങനെ ചൂടാവില്ലേ? ഇങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ വാടകയായി കിട്ടുന്ന 5000 രൂപയെ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും. നീ മിണ്ടരുത്, മിണ്ടരുത്. ഗോവിന്ദൻകുട്ടി ചേട്ടൻ സമയത്ത് വാടക തന്നില്ല എന്ന് കരുതി വിദ്യാലക്ഷ്മി തരാനുള്ള പൈസക്ക് ഒരാഴ്ച കൂടി സമയം കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. എന്റെ 20,000 രൂപ എനിക്ക് 15-ാം തീയതി തന്നെ കിട്ടണം. സാറേ, ആ ഉത്തമന, വീട് വാടക കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഗോവിന്ദൻകുട്ടി ചേട്ടനെ വിളിച്ചോണ്ട് വന്നത് ഉത്തമന. വാടക വൈകിയെങ്കിൽ അതിന്റെ സമാധാനം പറയുന്ന ഉത്തരവാദിത്വം ഉത്തമനുണ്ട്. അറിയാം. ഉത്തമന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. നമസ്കാരമുണ്ട് സാറേ. ഞാൻ ഉത്തമൻ വന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് സാർ? എന്റെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ഉത്തമൻ അറിയാമോ? അറിയാം സാർ. ആ, ആർക്കാണ് കെ മോഹനേഷ് സാർ വാടക കൊടുത്തിരിക്കുന്നത്? ഗോവിന്ദൻകുട്ടി ചേട്ടന്. ആരാണ് അതിന് മധ്യസ്ഥത തന്നത്? ഞാൻ. എത്ര രൂപയാണ് വാടക? 5000 രൂപ. ആ 5000 രൂപ തരേണ്ട തീയതി എന്നാണ്? എല്ലാ മാസവും 9-ാം തീയതി. ഇന്ന് തീയതി എത്രയാണ്? 11-ാം തീയതി. എത്രയാണ്? 11-ാം തീയതി. 9-ാം തീയതി തരേണ്ട വാടക 11-ാം തീയതി ആയിട്ടും തന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ വിളിക്കുമ്പോ ഫോൺ ഓഫ് വെച്ചിരിക്കുകയാണ് ഗോവിന്ദൻകുട്ടി ചേട്ടൻ. ഫോൺ വിളിച്ച് കിട്ടാതിരുന്നാൽ ഞാൻ പൈസ വേണ്ട എന്ന് വെക്കുമെന്നാണ് ഗോവിന്ദൻകുട്ടി ചേട്ടൻ കരുതിയിരിക്കുന്നതെങ്കിൽ അത് വെറുതെ. ഇന്ന് വൈകുന്നേരത്തിനകം എന്റെ പൈസ ആഫീസിലോ ഇവിടെയോ കൊണ്ടുവന്ന് തന്നില്ല എങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വരെ ചെല്ലും. പിന്നെ ഞാൻ എന്താ പറയുക ചെയ്യുന്ന എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അയ്യോ സാറേ, പിന്നെ സംഭവം ഞാൻ അറിഞ്ഞില്ല. മാത്രമല്ല, ഗോവിന്ദൻകുട്ടി ചേട്ടനെ ഞാൻ കണ്ടിട്ട് കുറച്ച് ദിവസം ആവുകയും ചെയ്ത്. ഞാൻ ഇന്ന് തന്നെ ഗോവിന്ദൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് കാര്യം പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, എന്റെ പൈസ ഈ സമക്ഷം കൊണ്ടുവന്നിരിക്കണം. അല്ല സാറേ, ഗോവിന്ദൻകുട്ടി ചേട്ടാ അങ്ങനെ പൈസയുടെ കാര്യത്തിൽ കള്ളം പറയുന്ന ആളൊന്നും അല്ല. എന്നിട്ടാണോ ഇതൊരു പൈസ എടുത്ത്? ഇനി 2ാമത്തെ കാര്യം, പുഷ്കറിന് കൊടുക്കാനായി ഉത്തമൻ, ഈ നിൽക്കുന്ന ഉത്തമൻ ഒരു 2000 രൂപ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അല്ല, അത് ഓർമ്മയുണ്ട് സാറേ. അന്ന് ഞാൻ 20-ാം തീയതി തിരിച്ചു തരാന്നാണ് പറഞ്ഞത്. ആ അതെ, 20-ാം തീയതി എന്ന് പറഞ്ഞാൽ 20-ാം തീയതി തന്നെ ആയിരിക്കണം. വാക്കിന് വിലയില്ലാത്ത ചില ആളുകളെ പോലെ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ ഉത്തമം വിവരം അറിയും. അങ്ങനെ പറയില്ല സാറേ. കൃത്യം 20-ാം തീയതി തന്നെ ഞാൻ പൈസ ആയിട്ട് ഇവിടെ വരാം, ഇവിടെ കൊണ്ടുവന്ന് തരാം. ശരി. എന്തിനാ വന്നത്? ബലരാമ സാറിന്റെ സ്ഥലം അളക്കാൻ സാറ് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. നാളെ രാവിലെ അല്ലേ? അതെ 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 അതെ. നാളെ രാവിലെ കെ മോഹനേഷൻ സാർ അവിടെ വന്ന് അളന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ വന്നിരിക്കും. മറ്റു ചിലരെ പോലെ തരാതരം വാക്ക് മാറുന്ന ആളല്ല കെ മോഹനേഷൻ സാർ. പറഞ്ഞു, മനസ്സിലായി. എന്താണ് വക്കീല്, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ. വിദ്യാലക്ഷ്മി കുറച്ച് പൈസ ആവശ്യം വന്നപ്പോ ആ മോഹനേട്ടനെ നിന്ന് വാങ്ങി കൊടുത്തുപോയി. 15-ാം തീയതി തിരിച്ചേരേണ്ട തീയതി. പൈസ ശരിയാവാത്തോണ്ട് അവൾ ഒരാഴ്ചത്തെ കൊണ്ട് സമയം ചോദിച്ചു. അതിന്റെ പുകല ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. അപ്പോ വക്കീലിനെ ദൈവം രക്ഷിക്കട്ടെ. ഈ കേസ് ദൈവം വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടൂല. ഉത്തം പോയിക്കോ. ശരി ശരി ശരി. അയ്യോ, ഞാൻ വിദ്യാലക്ഷ്മിയോട് എന്താ പറയണ്ടേ? 15-ാം തീയതി പൈസ തിരിച്ചു തന്നിരിക്കണം എന്ന് പറയാം. 15-ാം തീയതി അവക്ക് പൈസ കിട്ടില്ല മോനട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പൈസയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും കെ മോഹനേഷ് സാർ തയ്യാറല്ല. പറഞ്ഞ സമയത്ത് എനിക്ക് പൈസ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. എല്ലാവർക്കും തമാശ. ഗോവിന്ദൻകുട്ടി ചേട്ടൻ എത്ര ദിവസം ഒളിച്ചിറക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഇന്ന് വൈകുന്നേരത്തിനകം വാടക തന്നില്ല എങ്കിൽ നാളെ മുതൽ താമസം എന്റെ വീട്ടിലായിരിക്കില്ല, റോഡിലായിരിക്കും. ഇറങ്ങുന്നു. വിദ്യാലക്ഷ്മിയെ ഇപ്പൊ തന്നെ വിളിച്ച് പൈസയുടെ കാര്യം പറഞ്ഞേക്കണം. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മണി 10 കാഞ്ഞന സാറേ. മോനേട്ട് സാറിനെ കാണാനില്ല, ശിശുപാലൻ ചേട്ടനെയും കാണാനില്ല. ഇത് എവിടെ പോയി കാണും? മോനേഷ് സാർ താലൂക്ക് ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാളെയല്ലേ? അപ്പൊ പിന്നെ എവിടെ പോയി? ആരുടെയെങ്കിലും സ്ഥലം അളക്കാനോ മറ്റോ കാണും.
സാറൊരു പരസഹായ കമ്പനി ആണല്ലോ. ആര് ചെന്ന് ഈ സൈസ് കാര്യം പറഞ്ഞാലും സമ്മതിക്കും. അതിനൊന്നും 10 പൈസ വാങ്ങിക്കു പോലും ഇല്ല. സ്ഥലം അളക്കാനൊക്കെ പഠിച്ചിരുന്നെങ്കിലേ നല്ല പൈസ ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ സ്ഥലം അളക്കാൻ പോയതൊന്നും ആയിരിക്കില്ല പ്രഭേ. അത്തരം കാര്യങ്ങൾ ഒന്നുകിൽ 10 മണിക്ക് മുൻപ്, അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞ്, അതും അല്ലെങ്കിൽ ഞായറാഴ്ച. അതാണല്ലോ സാറിന്റെ നയം. നമസ്കാരം കാഞ്ചന സാറേ. പ്രൊഫസറെ, മോഹനേഷ് സാർ വന്നില്ലേ? ഇല്ല. ഭഗവാനെ, രക്ഷപ്പെട്ടു. 10 മണി കഴിഞ്ഞ സ്ഥിതിക്ക് മോഹനേഷ് സാറിന്റെ വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് കരുതി തന്നെയാ ഞാൻ വന്നത്. ശിശുപാലൻ ചേട്ടൻ എവിടെയായിരുന്നു? ബാങ്കിൽ ഒരു 5000 രൂപ അടയ്ക്കാനുണ്ട്. നാളെ അവസാന തീയതി. ഞാൻ വിചാരിച്ച പൈസ ശരിയായില്ല. അതുകൊണ്ട് നമ്മുടെ ഫിലിപ്പോസ് ചേട്ടനെ കണ്ട് പൈസ മറിക്കാൻ വേണ്ടി പോയതാ. അയ്യോ, ഫിലിപ്പോസിന്റെ അടുത്ത് ഭയങ്കര പലിശയല്ലേ ശിശുപാലൻ ചേട്ടാ? അതെ, പക്ഷെ അത്യാവശ്യം വരുമ്പോ വേറെ വഴിയില്ലല്ലോ. എനിക്കിപ്പോ ഒരു 5000 രൂപ തരാൻ ആരിയിരിക്കുന്നു? ശിശുപാലൻ ചേട്ടൻ മോഹനേഷ് സാർ വരുമ്പം ചോദിച്ചു നോക്കാത്തത്? സാറിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഇല്ലേ? അത് നടക്കില്ല പ്രൊഫസറെ. 2 മാസം മുമ്പ് ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് 2000 രൂപ കടം വാങ്ങി. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ സാർ എന്നെ ശരിക്ക് വഴക്കു പറഞ്ഞു. മേലിൽ ഒരു ഒറ്റ രൂപ തരില്ല എന്നും പറഞ്ഞു. കഷ്ടം. കയ്യിൽ കാശുണ്ട്, പക്ഷെ ഒരാൾക്കും കൊടുക്കില്ല. എന്ത് സ്വഭാവമാണോ എന്തോ. കാഞ്ചനെ, ശിശുപാലൻ എന്നോട് പൈസ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തതാണല്ലോ. അപ്പോ പറഞ്ഞ സമയത്ത് തിരിച്ചു തരേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ശിശുപാലന്. പണത്തിന്റെ കാര്യത്തിൽ വാക്കുപാലിക്കാൻ അറിയാത്തവർക്ക് എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് പിന്നെയും പിന്നെയും പണം കടം കൊടുക്കുന്നത്? എനിക്ക് കൃത്യം 1:30 താലൂക്ക് ഓഫീസിൽ പോകണം. താലൂക്ക് ഓഫീസ് കൊണ്ടുപോകാനുള്ള കടലാസുകളൊക്കെ എടുത്തു വെച്ചേക്കണം. സാറ് നാളെ താലൂക്ക് ഓഫീസിൽ പോകുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള നേരാ. പക്ഷേ ഇന്നൊരാവശ്യം വരുമ്പോ പോകാതിരിക്കാൻ പറ്റൂ? സംസാരിച്ച സമയങ്ങളെ ജോലി ചെയ്യാൻ നോക്കൂ. ആ ഫയൽ കഷ്ടം തന്നെയാ. വക്കീലേ, നമസ്കാരമുണ്ട് വക്കീലെ. നമസ്കാരം. ഒരു ഭയങ്കര സംഭവം അറിഞ്ഞു വന്നാണ് ഞാൻ. വക്കീൽ അറിഞ്ഞായിരുന്നാ? കാര്യം എന്താന്ന് പറവത്തുമ്മ? നമ്മുടെ ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ കാര്യേ. ഗോവിന്ദൻകുട്ടി ചേട്ടൻ എന്ത് പറ്റി? ഗോവിന്ദൻകുട്ടി ചേട്ടനൊന്നും പറ്റിയില്ല. പക്ഷേ ചേട്ടന്റെ ഭാര്യ ആശുപത്രിയിലാണ്. ഹൃദയത്തിന് എന്തോ കുഴപ്പം. ഒരാഴ്ച ഐസിയുലായിരുന്നു. അതാണ് ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഈ ഭാഗത്തോട്ടൊന്നും കാണാത്തത്. അയ്യോ, ആരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ സ്വഭാവം അങ്ങനെയാണ്. ബാക്കിയുള്ളവരുടെ സഹായം ഒന്നും വാങ്ങൂല. ഇപ്പൊ പാവം ഒറ്റയ്ക്ക് ആശുപത്രിയിലാണ്. ഒരുപാട് പൈസ ചെലവായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ മാസത്തെ വാടക തരാത്തത്. എന്നിട്ട് മോഹനയുടെ സംഭവം അറിഞ്ഞോ? എങ്ങനെ അറിയാനാണ്? നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും അറിഞ്ഞില്ലെന്നേ. ആശുപത്രിയിലായതുകൊണ്ടായിരിക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മോഹനയുടെ ഒന്ന് വിളിച്ചു പറയട്ടെ. ഇല്ലെങ്കിൽ വൈകിട്ട് ആഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോയിട്ട് വഴക്കുണ്ടാക്കും. അതോർത്ത് വക്കീൽ പേടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ ആരും ഇല്ലല്ലോ. ഗോവിന്ദൻകുട്ടി ചേട്ടൻ ടൗണിൽ ആശുപത്രിയിലല്ലേ. എന്നാലും മോഹനയുടെ കാര്യം പറയുന്നത് നല്ലത്. ഇല്ലെങ്കിൽ വാടക 2 ദിവസം താമസിച്ചതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ മോഹനയുടെ കാണിച്ചു കൂട്ടും. പിന്നെ ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ അവസ്ഥ തീരെ മോശമാണെന്നാണ് പറയുന്നത്. കയ്യിൽ ഒരു 5 പൈസ പോലും കാണൂല. മാത്രമല്ല ആശുപത്രിയിൽ എത്ര കാശ് വേണമെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. പാവ സഹായത്തിനാണെങ്കിൽ വേറെ ആരും ഇല്ല. എനിക്കറിയാം ഉത്തമ. എന്തായാലും ഞാൻ മോഹനേട്ടൻ ഒന്ന് വിളിക്കട്ടെ. അതെ, ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. ഞാൻ വിളിച്ചു പറയാം. ശരി ശരി. കഷ്ടം. എന്താ സാറേ? ഹലോ. ശിശുപാലൻ ചേട്ടാ, ഞാനാട്ടോ സത്യഭാമ. നമസ്കാരം വക്കീലേ. അതെ, മോഹനേട്ടൻ ഒന്ന് കൊടുക്കാമോ? അയ്യോ, സാറ് താലൂക്ക് ഓഫീസിൽ പോയല്ലോ വക്കീലേ. പോയോ? ഉച്ചയൂണ് കഴിഞ്ഞു പോയതാ. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നാ പറഞ്ഞേ. എനിക്ക് മോഹനേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കിട്ടണമായിരുന്നു. എപ്പോ വരുമെന്നറിയോ? അത് ഇനിയിപ്പോ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല വക്കീലേ.
താലൂക്ക് ഓഫീസിലെ കാര്യം 4 മണിക്ക് കഴിഞ്ഞാൽ തന്നെ പിന്നെ സാർ ഇങ്ങോട്ട് വരില്ല. നേരെ വീട്ടിലേക്ക് വരികയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണം ചേച്ചി പറഞ്ഞിട്ട്, ആ മോഹനട്ട് വിളിക്കോ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കാൻ പറയണേ. ശരി വക്കീലെ. ആ, ഒരു മൊബൈലും ഇല്ലാതെ നടക്ക. ഇനി ഗോവിന്ദൻ കുട്ടിച്ചേട്ടന്റെ കാര്യം ഞാൻ എങ്ങനെ പറയും? എന്താ ശിശുപാലൻ ചേട്ടാ? വക്കീലിന് സാറിന് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന്, അതിനുവേണ്ടി വിളിച്ചതാ. സാറ് താലൂക്ക് ഓഫീസിലേക്കല്ലേ പോയത്? ആ അവിടുത്തെ നമ്പർ വക്കീലിന്റെ കാണുമല്ലോ. കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചേനെ. ആ, ഇതിനൊക്കെ വല്ല കാര്യമുണ്ട് സാർ ഒരു മൊബൈൽ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ. നടന്നത് തന്നെ. സാറിന്റെ സിദ്ധാന്തം അനുസരിച്ച് മൊബൈൽ വാങ്ങുന്നതാണല്ലോ ഏറ്റവും വലിയ കുറ്റകൃത്യം. സംഗതി അതൊന്നും അല്ല. മൊബൈൽ വാങ്ങണമെങ്കിൽ കാശ് വേണം. മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ മാസാമാസം ബില്ല് വരില്ലേ? അപ്പോഴും കാശ് അടയ്ക്കണം. കയ്യിലിരിക്കുന്ന കാശ് ചെലവാകും എന്നുള്ള കാര്യം ഓർക്കുമ്പോ സാറിന് തല ഇറങ്ങില്ലേ? എന്ത് തലയിറങ്ങിയാൽ എന്താ, ഒരു അത്യാവശ്യം വരുമ്പോ സാറിന്റെ കയ്യിൽ പൈസ കാണുമല്ലോ. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ ബ്ലൈഡുകാരൻ പീലിക്കോസിന്റെ കടം വാങ്ങേണ്ടി വന്നില്ലേ? ഭാമേ, ആ, ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. അപ്പൊ മോഹനയുടെ താലൂക്ക് ഓഫീസിലേക്ക് പോയതാന്ന് പറഞ്ഞു. എന്താ കാര്യം? മോഹനയുടെ ഒരു സംഭവം അറിഞ്ഞു. ഗോവിന്ദൻ കുട്ടിച്ചേട്ടന്റെ ഭാര്യ ആശുപത്രിയിലാണെന്ന്. ഒരാഴ്ചയായിട്ട് ഐസിയുലാണെന്നാ പറഞ്ഞത്. ഹൃദയത്തിന് എന്തോ കുഴപ്പം, അതാ ഗോവിന്ദൻ കുട്ടിച്ചേട്ടനെ കാണാതിരുന്നത്. കാര്യം പറയാതെ മോഹനേട്ടൻ ഗോവിന്ദൻ കുട്ടിച്ചേട്ടനോട് വഴക്കിന് പോകുന്നായിരുന്നു എന്റെ പേടി. ആ വിവരം പറയാനാ ഞാൻ വിളിച്ചത്. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ, മോഹനേട്ടാ 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 വേണ്ട. നമസ്കാരം സാർ, ഞാൻ നമസ്കാരം. വാടകയും കൊണ്ട് വന്നതാ. വാടക തരേണ്ട 9-ാം തീയതി അല്ലേ? ഇന്ന് തീയതി 11. ഇങ്ങനെ 2 ദിവസം വൈകുന്നത് മര്യാദയാണോ? അല്ല സാറേ, ഞാൻ മോഹനേട്ടാ, ഗോവിന്ദൻ കുട്ടിച്ചേട്ടന്റെ ഭാര്യ ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുകൊണ്ടെന്താ? ശ്ശി, ഒരു വീട്ടു വാടകയ്ക്ക് താമസിക്കുമ്പോ വീട്ടു വാടക കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. വീട്ടു വാടകയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. വാടക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഏയ് മോഹനേട്ടാ, അത് വാങ്ങല്ലേ. വാങ്ങ്. നീ മനസ്സിലായില്ല? ഗോവിന്ദൻ കുട്ടിച്ചേട്ടന്റെ ഭാര്യ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലല്ലേ? ഈ സമയത്ത് പൈസയുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. നമുക്കിപ്പോ ഈ പൈസക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അത് വാങ്ങല്ലേ. നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ തരുന്നത് എനിക്ക് തരാനുള്ള പൈസയാണ്, അല്ലാതെ ഞാൻ വായ്പ വാങ്ങുന്നതല്ല. ശ്ശേ, ഇത് വൃത്തിയടാ മോഹനേട്ടാ, ആ പൈസ വാങ്ങരുത്. എന്റെ പൈസ എനിക്ക് കിട്ടിയോ? എടുക്കൂ. ശ്ശേ. 4, 5. ആ, 5000 കൃത്യമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പ്രാവശ്യത്തെ വാടക വൈകിയത് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. അടുത്ത തവണ 9-ാം തീയതി തന്നെ എനിക്ക് വാടക കിട്ടിയിരിക്കണം. പറയുക. എന്തൊരു ദുഷ്ടനാ നോക്കി. ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ എന്തിനാണ് ഈ പൈസ കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? 1-2 ആഴ്ച വൈകിന്ന് വെറുതെ വിലയാപസം പിടിച്ച് തിന്നുമായിരുന്നോ? അല്ല വക്കീലെ, ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ ഒന്നും പറയണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കുന്നുണ്ടാ മോഹനട്ട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതായി പോകുന്നത്. അങ്ങനെ പറയരുത് വക്കീലെ. സാർ ഒരു പാവോ. എന്ത് പാവന്ന്? ഇന്ന് ഗോവിന്ദൻ കുട്ടിച്ചേട്ടനെ പറ്റി എന്തൊക്കെയാ മോഹനട്ട പറഞ്ഞെന്നറിയാമോ? അതൊക്കെ എന്നോട് നേരിട്ടും പറഞ്ഞു. ഏ? രാവിലെ ആഫീസിൽ പോകുന്ന വഴി സാർ എന്നെ കണ്ടതാ. വാടക വൈകിയതിന് കുറെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ ഭാര്യ ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞത്. ആ, അത് കേട്ടതോടെ സാറിന്റെ ദേഷ്യമൊക്കെ പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, ആരും പറഞ്ഞു കേട്ടതുമില്ല. ആരോടും പറഞ്ഞില്ല സാറേ. പറയുന്നോണ്ട് ഗുണത്തെക്കാളേറെ ദോഷേ ഉണ്ടാവും. പിന്നെ സുഖവരം അന്വേഷിക്കാൻ ആളുകൾ ആശുപത്രിയിലേക്ക് വരും. അവളുടെ കാര്യം നോക്കാൻ എനിക്ക് നേരം കിട്ടില്ല. പൈസയ്ക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. വാടക ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എത്തിക്കാം സാർ. വേണ്ട, എനിക്കിപ്പോ പൈസക്ക് അത്യാവശ്യമൊന്നുമില്ലല്ലോ. ഇത്തവണത്തെ വാടക പതിയെ തന്നാ മതി. ആദ്യം ആശുപത്രിയിലെ കാര്യങ്ങൾ നടക്കട്ടെ.
പിന്നെ ഗോവിന്ദൻ കുടിച്ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ സാർ? ഇത് 5000 രൂപ പിടിക്കും. ഈ പൈസ വാടകയാണെന്ന് പറഞ്ഞ് ഭാമയുടെ കയ്യിൽ കൊടുത്തേക്കണം. എന്തിനാ സാറേ? അതൊക്കെയുണ്ട്. ഗോവിന്ദൻ കുടിച്ചേട്ടന്റെ സമയം പോലെ കൊണ്ടുവന്നാൽ മതി. ഞാനുള്ളപ്പോഴാണ് വരുന്നതെങ്കിൽ ഒന്നും അറിയാത്ത പോലെ പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി. പിന്നെ ഞാൻ ഈ പൈസ തന്ന കാര്യം ഭാമയോട് പറയുകയും ചെയ്യരുത്. അങ്ങനെ സാറ് തന്ന പൈസയാ ഞാൻ കൊണ്ടുവന്നത്. ഉച്ചയ്ക്ക് താലൂക്ക് ഓഫീസിൽ പോകുന്ന വഴി സാർ ആശുപത്രിയിലും വന്നിരുന്നു. ഇത്ര മനസാക്ഷിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആ സാറിനെ കണ്ണിച്ചോരയില്ലാത്തവനെന്ന് വിളിക്കുന്നത് കഷ്ടമാക്കിയില്ലേ? ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ പറഞ്ഞത് സത്യാണോ? എന്താ പറഞ്ഞത്? ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ കൊണ്ടുവന്ന പൈസ മോഹനേട്ടൻ കൊടുത്തതാണ് എന്ന്. സത്യാണോന്ന്? എന്നോട് പറയരുതെന്ന് ഞാൻ ഗോവിന്ദൻ കുടിച്ചേട്ടനോട് പറഞ്ഞതാ. അങ്ങനെ ഗമിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പത്തെ പ്രശ്നം. വഴി വെച്ച് ഗോവിന്ദൻ കുട്ടിച്ചേട്ടനെ മോഹനേട്ടൻ കണ്ട കാര്യവും ഭാര്യ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ കാര്യവും എല്ലാം ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ എന്നോട് പറഞ്ഞു. വാടക പിന്നെ മതിയെന്ന് മോഹനേട്ടൻ പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. പിന്നെ ഈ നാടകങ്ങൾ എന്തിനായിരുന്നു മോഹനേട്ടനോടാ ഞാൻ ചോദിച്ചത്. ഈ ഗോവിന്ദൻ കുടിച്ചേട്ടന്റെ ഭാര്യ ആശുപത്രിയിലായതുകൊണ്ട് ഇപ്പോ പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ അറിഞ്ഞാലേ വിദ്യാലക്ഷ്മിയുടെ പൈസയുടെ കാര്യത്തിൽ നീ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയില്ലേ? ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ പൈസ ഇവിടെ കൊണ്ടുവന്ന് തരുന്നത് നീ കണ്ടാലല്ലേ വിദ്യാലക്ഷ്മിയുടെ കാര്യത്തില് എനിക്ക് നിന്നോട് വാശി പിടിക്കാൻ പറ്റുള്ളൂ. ഈ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്നവർ അത് തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി പല അടവും പറയും. എന്ത് പറഞ്ഞാലും ഞാൻ വകവെക്കില്ലെന്ന് അറിഞ്ഞാലല്ലേ പൈസ നമുക്ക് തിരിച്ചു കിട്ടൂ കൃത്യമായിട്ട്. മോഹനേട്ടൊരു പ്രത്യേക ജന്മം തന്നെയാട്ടോ. ഒരാളുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ആ മനസ്സലിഞ്ഞ കാര്യം ആരെ അറിയിക്കുകയുമില്ല. പക്ഷേ വിദ്യാലക്ഷ്മിയുടെ കാര്യത്തിൽ എന്റെ മനസ്സറിയും നീ പ്രതീക്ഷിക്കണം. 15-ാം തീയതി എന്റെ പൈസ കിട്ടിയില്ല എങ്കിൽ മോഹനേട്ടൻ എന്താ ചെയ്യുക മോഹനേട്ടൻ ഇപ്പൊ പറയാൻ പറ്റില്ല. ആൾ കണിശക്കാരനും പിശുക്കനുമായിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ അലിയുന്നൊരു മനസ്സുണ്ട് വില്ലേജ് ഓഫീസർക്ക് എന്നറിയേണ്ടത് വക്കീലായിരുന്നു. ആവേശത്തിനിടയിൽ വക്കീൽ അത് മറന്നുപോയതാണ് വിനയായത്. എന്തായാലും ഗോവിന്ദൻ കുട്ടിച്ചേട്ടന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായതിൽ ആഹ്ലാദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.